അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മോര് കറിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുമ്പളങ്ങ മോര് കറി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 2 കപ്പോളം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കറി തയ്യാറാക്കാൻ എടുക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കുമ്പളങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ പച്ച പപ്പായ അല്ലെങ്കിൽ വെള്ളരിയൊക്കെ എടുക്കാം. പിന്നെ ഈ കുമ്പളങ്ങക്കൊപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം ചേന അല്ലെങ്കിൽ ചേമ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാലും മതി. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ എരിവിന് വേണ്ടി നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളൊരു എരിവിനനുസരിച്ച് ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ മോരെടുത്താലും മതി. ഇനി മോരാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തൈര് ചേർത്തുണ്ടാക്കുന്ന അത്രയും കട്ടി ഉണ്ടാവില്ല കറിക്ക്. അപ്പോൾ നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തതിന് പകരം 1.25 കപ്പ് തേങ്ങ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഒന്ന് നോക്കാം. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടേ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ കറികൾക്ക് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഉപ്പെല്ലാം നോക്കി ആവശ്യത്തിന് വേണ്ടേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് തിളക്കുന്നതിന് മുന്നായിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മളിതിൽ തൈര് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇത് തിളപ്പിക്കരുത്, തിളക്കുന്നതിന് മുന്നായിട്ട് തീ ഓഫ് ചെയ്യണം. തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ നല്ല കുറുകിയ മോരുകറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ദിവസം ഒന്നും പുറത്ത് വെച്ചാലൊന്നും കേടാവില്ല. ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെയൊക്കെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. മോരുകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കറിയാണ്, പക്ഷേ പലരും പല രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.